അയ്യോ, ആരാ ഇവിടെ നീല സൂട്ട് കേസ് കൊണ്ടുവന്ന് ഉമ്മർത്ത് വെച്ചിരിക്കുന്നേ? ചേട്ടാ, ചേട്ടാ, ഇത് ഞാൻ എവിടെ പോയി കിടക്കുവാ? അയ്യോ, ദേ ഈ പെട്ടിയുടെ പുറത്ത് 2 പെമ്പിള്ളേരുടെ പേരും ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ ജീവിതം തൊലഞ്ഞേ. ചേട്ടാ, ചേട്ടാ, എന്നെ ഇട്ടേച്ച് പോവല്ലേ. അങ്ങനെ എങ്ങാനും സംഭവിച്ച കൊല്ലും ഞാൻ എല്ലാത്തിനെയും. എന്താടി ഇവിടെ ഒരു ബഹളം? അയ്യോ, എന്നെ ഉപേക്ഷിക്കല്ലേ. കിടന്ന് കാറാതെ കാര്യം പറ. എന്ത് പറ്റി എനക്ക്? എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നത്? അയൽപക്കത്തങ്ങ് ആള് താമസമുള്ളതാ. അവര് വിചാരിക്കും ഇവിടെ ആരോ തൂങ്ങിച്ചത്തുന്നു. പത്രം തുറന്ന ഇത്തരം വാർത്തകളെ കാണാനുള്ളൂ. തൂങ്ങി മരണം, കിണറ്റിച്ചാടി മരണം. ഇതിപ്പോ എന്താ നിന്റെ പ്രശ്നം? ഒരു നീലപ്പെട്ടി, അതിന്റെ പുറത്ത് 2 പെമ്പിള്ളരുടെ പേര്. എനിക്കിപ്പ അറിയണം ആരാ മംഗല്യ, ആരാ കല്യാണി. എനിക്കിപ്പ അറിയണം. നിങ്ങൾ എന്ത് ഭാവിച്ചുള്ള പുറപ്പാടാണ്? നീ ഒന്ന് അടങ്ങ്. അപ്പോ പെട്ടി നിങ്ങളുടെ ആണെന്ന് സമ്മതിച്ചു അല്ലേ? എൻ്റെ ഈശ്വരന്മാരെ, ഇത് ഞാൻ നല്ല ബുദ്ധി കൊടുക്കണേ. ഓ, നീ ഒന്ന് അടങ്ങ്. ഞാനൊന്ന് പറയട്ടെ. നാട്ടുകാരെ വിളിച്ചു കൂട്ടാതെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ. അതിനെന്തിനാ ഈ നീലപ്പെട്ടി? ഇതുവരെ ഇങ്ങനെ ഒരു ശീലം ഇല്ലല്ലോ. അല്ലേ തന്നെ പെട്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ പേരെഴുതിയിരിക്കുന്ന പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കാൻ പോയതല്ലേ ഇപ്പോ? അയ്യോ ഈശ്വരന്മാരെ, എന്നെ കാത്തോളണേ. ഞാൻ എല്ലാം പറയാം. നീ ഒന്ന് അടങ്ങ്. കാര്യം അറിയും മുമ്പ് ഇങ്ങനെ കിടന്ന് കലാപം ഉണ്ടാക്കാതെ. ചാനലുകാരന്മാർ വല്ലതും കണ്ടാലേ ഉടൻ ഇപ്പൊ ഇവിടുന്ന് ലൈവ് ടെലികാസ്റ്റ് ഇട്ട് ബ്രേക്കിംഗ് ന്യൂസ് തുടങ്ങും. എന്നാ പറ, ആരാ മംഗല്യ, ആരാ കല്യാണി? എന്താ ഈ പെട്ടിക്കകത്ത്? എടി, മംഗല്യ എന്ന് പറയുന്നത് ഈ പെട്ടി നിർമ്മിക്കുന്ന കമ്പനിയുടെ പേരാ. കല്യാണി എന്നത് പെട്ടിയുടെ ബ്രാൻഡ് നെയിമാ. എന്നാ ഈ പെട്ടിക്കകത്ത് എന്തുവാ? ഇപ്പൊ തുറക്കണം. എടി, അതിനകത്തൊന്നുമില്ല. നീ ഇങ്ങനെ നിർബന്ധം പിടിച്ച് എന്നെ വിഷമത്തിലാക്കരുത്. കണ്ട നിങ്ങൾ കിടന്ന് ഉരുളുന്നത്. എന്തോ രഹസ്യം ഉണ്ട് ഇതിനകത്ത്. എന്നെ ഒഴിവാക്കി വേറെ പൊറുതി തുടങ്ങാനുള്ള പ്ലാനല്ലേ? അയ്യോ നാട്ടുകാരെ, ഓടിവായോ. ഓ, അലറാതെ ഞാൻ പറയാം. നീ നാട്ടുകാരെ വിളിച്ച് കൂട്ടാതെ. എനിക്ക് വേഗം പറ, എന്തുവാ ഈ പെട്ടിക്കകത്ത്? തുറക്കണോ? എന്റെ മാനം നീ കളയരുത്. കണ്ട നിങ്ങൾ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ അലറിക്കൂവി നാട്ടുകാരെ വിളിക്കും. വേണ്ട, ഞാൻ തുറക്കാം. പക്ഷേ നീ ഇതിന് പബ്ലിസിറ്റി കൊടുത്ത് എന്നെ നാറ്റിക്കൽ. സ്വയം രക്ഷയെ കരുതി ചെയ്യാൻ തീരുമാനിച്ച കാര്യമാണ്. ഞാൻ പെട്ടി തുറക്കാം, പക്ഷെ അതിൽ കാണുന്ന കാര്യം നീ പുറത്ത് പറഞ്ഞ് എന്നെ അപമാനിക്കരുത്. അതൊക്കെ പിന്നെ. ഇപ്പൊ പെട്ടി തുറ. ഇതെന്താ ഇതിനകത്ത്? മകുടിയോ? അയ്യോടാ, ദേ കയറ്, വടി, വലിയ കവറ്, പാമ്പ് പിടുത്തക്കാരുടെ കയ്യിലുള്ള പോലത്തെ കുട്ടകൾ. നീ ഒന്ന് പതുക്കെ പറ, നാട്ടുകാർ കേൾക്കും. ആകെ അപമാനമാവും. അല്ല, എന്താ ഇതിന്റെ ഉദ്ദേശം? നിങ്ങളുടെ സർക്കാർ ഓഫീസിലെ ജോലി പോയോ? അതിന് പകരം പാമ്പ് കളി നടത്താൻ പോകുവാണോ? അതോ പാമ്പ് പിടുത്തോ? അതെ, പാമ്പ് പിടുത്തം. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ. ജീവനിലുള്ള കൊതി കൊണ്ടായി ഈ കടുങ്കൈക്ക് ഇറങ്ങുന്നത്. അനുഗ്രഹിക്കണം. അയ്യോ, എവിടെ പോയി പാമ്പ് പിടിക്കാനാ നിങ്ങൾ പോകുന്നേ? ഒന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി, എൻ്റെ ഓഫീസ് മുറിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ 2-3 പാമ്പുകളെ പിടിച്ചു. നല്ല വിഷമുള്ള ഇനം. അയ്യോ, മുറി മുഴുവൻ ഫയൽ കുന്നുകൂടിയിട്ട് അതിനിടയിൽ ചെതലും എലിയും പെരുത്തു. അതിനെ തിന്നാൻ പാമ്പും. ഫയൽ എടുക്കാൻ ചെല്ലുമ്പം ഫയലിനിടയിൽ പാമ്പ്. സർക്കാർ എന്തേലും ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം അടുത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വയം ഒരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്തതാണ്. മുറിയിലുള്ള പാമ്പുകളെ ഈ മകുടി ഊതി വരുത്തി ഈ കൂട്ടിലാക്കി വെച്ചിട്ട് ഏതേലും പാമ്പ് വളർത്തുകാർക്ക് വിൽക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ നീ വിചാരിക്കും പോലത്തെ പ്രശ്നമൊന്നും ഈ നീലപ്പെട്ടിയിലില്ല. ഈ ചാനൽ വാർത്തയൊക്കെ കണ്ട് എല്ലാം ഇപ്പൊ പേടിയാ. എപ്പോഴാ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് ആർക്കറിയാം. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രചന ബിജു മാത്യു.